ഇന്ന് സുക്കുറിന് സ്കൂളുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ നിന്ന് വന്ന വഴി കടയിൽ കയറിയിട്ട് സുക്കുറിന് ഒരു പെൻസിലും ഒരു റബ്ബറും വാങ്ങിച്ചു കേട്ടോ. ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാത്രം കൊണ്ടുവന്നാൽ മതി. ഞാനന്ന് സ്കൂൾ ഷോപ്പിങ്ങിന് ഈ വക സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ പറയുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോഴേക്കും അവന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചു. അമ്മ എടുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ അവൻ്റെ ലഞ്ച് ബോക്സിലും ടിഫിൻ ബോക്സിലും വെക്കാന്നുള്ളൊരു ചുമതല മാത്രമേ ഉള്ളൂ എനിക്ക്. അതെന്തൊരു എളുപ്പമാണല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും. അങ്ങനത്തെ തുമ്പിക്കുട്ടി എടുക്കുമെന്ന് നമുക്ക് കുറച്ച് പിസ്തയൊക്കെ കൊടുത്തു. പിന്നെ സുക്കുറിനും കുറച്ച് പിസ്തയൊക്കെ എടുത്ത് കൊടുത്തുട്ടാ. പിന്നെ അതേ ഇതൊന്ന് ടവലിൽ പൊതിഞ്ഞു. പിന്നെ അതേ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇനി സുക്കുറിന് ഡ്രസ്സ് അടിക്കലെ ചടങ്ങ്. അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞെങ്കിലും ഈ യാത്ര പറച്ചിൽ അതൊരു വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ സുചേട്ടൻ അവനാക്കി വന്നതിന് ശേഷം ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുക. ഒരുപോലെ ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ ഒരു ദോശയും ഈ ഒരു കടലക്കറിയും. കടലക്കറി ആണെങ്കിൽ നല്ല കുറുകി വന്നിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ. അത് കഴിച്ചതിന് ശേഷം ഉച്ചക്കാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വാഴലയിൽ ചോറ് പൊതിയാണ് കേട്ടോ. നല്ല ചെമ്മീൻ വെളുത്തുണ്ടായിരുന്നു. 2 മുട്ട വറുത്തത് വെച്ചു. പിന്നെ ക്യാരറ്റ് വാട്ടിയത് വെച്ചു. പിന്നെ എന്നിട്ട് മാങ്ങാച്ചാറും വെച്ചിട്ട് ഞങ്ങളിത് പൊതിഞ്ഞ് കടയിലോട്ട് പോവാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റോഷൻ ചേട്ടൻ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ് ചക്ക. അങ്ങനെ അത് ഉച്ചയ്ക്ക് ആ വാഴയിലുള്ള ചോറൊക്കെ തിന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.